ഹായ് ഫ്രണ്ട്സ്, നോളജ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അല്ലെങ്കിൽ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ റിട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഈ റിട്ടുകൾ പഠിക്കാനായിട്ട് ഒരു കോഡുമായാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എന്തിനാണ് നമ്മുടെ CPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിലോട്ട് തന്നെ പോവാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിട്ട് പഠിക്കാനുള്ള കോഡെന്ന് പറയുന്നത് CPMൻ്റെ HQ അല്ലെങ്കിൽ CPMൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിട്ട് പഠിക്കാനുള്ള കോഡെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് CPMൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. C എന്ന് പറയുന്നത് സെർഷറിയാണ്. ഓക്കെ, അപ്പോൾ സെർഷറി എന്ന് പറയുന്ന റിട്ടാണ് C എന്ന് പറയുന്നത്. എന്താണ് സെർഷറി എന്ന് നമുക്ക് നോക്കാം. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെയാണ് സെർഷറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെർഷറി? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെയാണ് സെർഷറി എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ. ഓക്കെ, അപ്പോൾ CPMൻ്റെ P എന്ന് പറയുന്നത് എന്താണ്? പ്രൊഹിബിഷനാണ്. ഒരു കീഴ്ക്കോടതി അധികാരാതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താലുള്ള ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കീഴ്ക്കോടതി അധികാരാതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താലുള്ള ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. അപ്പോൾ CPMൻ്റെ M എന്ന് പറയുന്നത് എന്താണ്? മാൻഡമസ് ആണ്. സ്വയം കർത്തവ്യം നിർവഹിക്കാൻ വ്യക്തിയെയോ സ്ഥാപനത്തെയോ അനുശാസിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം കർത്തവ്യം നിർവഹിക്കാൻ വ്യക്തിയെയോ സ്ഥാപനത്തെയോ അനുശാസിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ H ആണ് കേട്ടോ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ H എന്താണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹേബിയസ് കോർപ്പസ് സിനിമയിലൊക്കെ ഒരുപാട് കേൾക്കുന്ന വാക്കാണല്ലേ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ HQൻ്റെ H എന്താണ്? ഹേബിയസ് കോർപ്പസ് ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? കോ വാറണ്ടോ, അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിട്ട് പഠിക്കാനുള്ള നമ്മുടെ കോഡുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ റിട്ട് പഠിക്കാനുള്ള കോഡെന്ന് പറഞ്ഞാൽ എന്താണ്? CPMൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ CPMൻ്റെ HQ എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ്? C സെർഷറി, P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഹിബിഷനാണ്, M എന്ന് പറഞ്ഞാൽ മാൻഡമസ്, H എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ്, Q എന്ന് പറഞ്ഞാൽ കോ വാറണ്ടോ. ഓക്കെ, അപ്പോൾ അവരവർക്ക് താല്പര്യമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? കോഡുകൾ നമുക്ക് മാറ്റാം. എന്തായാലും ഈ കോഡ് ഇത്തിരി സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് റിട്ടുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണുള്ളത്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണുള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ശരീരം ഏറ്റെടുക്കാം എന്നതാണ്. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഏറ്റെടുക്കാം എന്ന് പറയുന്നതാണ്. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാൻഡമസ്? മാൻഡമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ വി കമാൻഡ് എന്ന് പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. റിട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഇതിനെയാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ റിട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് 226. ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിനെയാണ് ആർട്ടിക്കിൾ 226 കണക്കാക്കുന്നത്. അപ്പോൾ HQ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കോഡിലേക്ക് ഒന്നുകൂടി പോകാം. CPMൻ്റെ HQ എന്ന് പറയുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ റിട്ടുകൾ പഠിക്കാനുള്ള കോഡെന്ന് പറയുന്നത്. C എന്ന് പറഞ്ഞാൽ സെർഷറി, P എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ, M എന്ന് പറഞ്ഞാൽ മാൻഡമസ്, H എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ്, Q എന്ന് പറഞ്ഞാൽ കോ വാറണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.